പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അയക്കൂറ ബിരിയാണി, ആവോലി ബിരിയാണി, ചെമ്മീൻ ബിരിയാണി ഇതൊക്കെ ആയിരിക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു രുചിയിലുള്ള ഫിഷ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ബിരിയാണിയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്ത് മീൻ വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇതുപോലെ നമ്മളൊരു നത്തോലി ബിരിയാണിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനോ, കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. ഈ ഒരു മീൻ വെച്ചിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളിതിനെ ചെമ്പല്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല പീസൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഹെഡ് പീസൊക്കെ നമുക്ക് മസാലയിലിടാമെന്ന് വിചാരിച്ച്. ഇത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 5-6 പച്ചമുളകും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു തുടം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതേ സമയം തന്നെ മീൻ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാല തേച്ച് വെക്കണം. അതിനായിട്ടൊരു ബൗളിലോട്ട് ആദ്യം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല പീസൊക്കെ ഇതിലിട്ടിട്ട് ഒന്ന് മസാല തേച്ച് വെക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ. എന്നാൽ മാത്രമേ ഉപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കുള്ളൂ. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. ഞാനിവിടെ അരമണിക്കൂറാണ് വെക്കുന്നത്. ഇനി ഞാനിവിടെ 2 വലിയ സവാളയും അതുപോലെ തന്നെ 2 തക്കാളി കൂടി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കറിവേപ്പില, മല്ലിയില ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മീൻ മസാല ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പ്രഷർ കുക്കർ എടുക്കുന്നില്ല, പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തത്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. 2 വലിയ തക്കാളി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ബീഫ്, ചിക്കനൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ മീൻ മസാല നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടിയോ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വരെ മതി കേട്ടോ. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഗരം മസാല പൗഡറാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ 1 ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കണേ, അതിന് ഫ്ലേവർ കുറവായിരിക്കും. എല്ലാം കൂടി പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് മൂത്ത് വരുന്ന സമയത്ത്, പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മീനിൻ്റെ തലയുടെ പീസൊക്കെ ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം.
അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല, ഒരു 2-3 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതിയേ. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്, കാരണം നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള മല്ലിയിലയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത്. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഞാൻ കുറഞ്ഞ അളവിൽ മാത്രമേ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ, കാരണം 3 പേര് മാത്രമേ ഇവിടെ ബിരിയാണി കഴിക്കാനുള്ളൂ. അതുകൊണ്ടാണ്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി റൈസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ ഗീയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം കുറച്ച് സവാളയും കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇതേ കടായിയിലോട്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഉള്ളിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ എന്നും പറയുന്നതാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ജീരകശാല റൈസാണ് എടുക്കുന്നത്. ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിനാണോ അരി എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാൽ കറക്റ്റ് അളവായിരിക്കും. ഇനി കഴുകി വെച്ചിരിക്കുന്ന അരി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ നമ്മളിത് അടച്ചു വെക്കാൻ പാടുള്ളൂ. ഇപ്പം നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഗീ റൈസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നത് തന്നെയായിരിക്കും. എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിനു മുമ്പ് പല ബിരിയാണികളുടെ റെസിപ്പിയും ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. വെള്ളമൊക്കെ ഏകദേശം ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. 2-3 തവണ തുറന്നിട്ട് തിരിച്ചും മറിച്ചും ഇടുമ്പോൾ ഇത് റൈസ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ റൈസ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി ദം ചെയ്തെടുക്കാം. ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പകുതി ഭാഗം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പകുതിയിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് ചെറുനാരങ്ങ നീരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മുകളിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിർബന്ധമൊന്നുമില്ല, ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഇത് നല്ലതാണ്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസൻസൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ചോറ് കൂടി ഇട്ട് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്തെടുക്കാം. മുകളിലായിട്ട് ബാക്കിയുള്ള റൈസൻസും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും മുകളിൽ വെച്ചിട്ട് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. വളരെ രുചികരമായിട്ടുള്ള ഒരു ചെമ്പല്ലി ബിരിയാണിയാണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറുതെ പറയുന്നതല്ല. അപ്പോൾ മീനൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മീനൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്